126 തവണ രക്തദാനം നടത്തി രക്തദാന രംഗത്ത് മാതൃകയായ ഷിബു തെക്കേമറ്റത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിനുള്ള വിരമിക്കലോടനുബന്ധിച്ച് സ്നേഹസംഗമം നടന്നു. വിളക്കുമാടം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലാബ് അസിസ്റ്റന്റായി സേവനമനുഷ്ഠിച്ചിരുന്ന ഷിബു തെക്കേമറ്റം മെയ് 31-നാണ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നത്. കൊഴുവനാൽ സെന്റ് ജോൺസ് നെബുൻസിയാൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച് തീക്കോയി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 13.5 വർഷവും വിളക്കുമാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8 വർഷത്തോളവും സേവനം അനുഷ്ഠിച്ച ശേഷമാണ് ഷിബു പടിയിറങ്ങുന്നത്. ഔദ്യോഗിക ജീവിതത്തിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്നവരെയും പ്രവർത്തന മേഖലയിൽ സഹകരിച്ചവരെയും ഒരുമിച്ച് ചേർത്താണ് സ്നേഹസംഗമം നടന്നത്. മാർ ജേക്കബ് മുരിക്കൻ, യാക്കോബായ സുറിയാനി സഭയുടെ മുംബൈ ഭദ്രാസനാധിപൻ തോമസ് മോർ അലക്സാന്ദ്രോസ്, ഫ്രാൻസിസ് ജോർജ് എം പി, മണിസി കപ്പൻ MLA, മോൻസ് ജോസഫ് MLA, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജോസ്മൻ മുണ്ടയ്ക്കൽ, രാജേഷ് വഴിപ്ലാക്കൽ, സ്കൂൾ മാനേജർ ഫാദർ ജോർജ് മണ്ണുകുശുമ്പിൽ, കൊഴുവാൽ പള്ളി വികാരി ഫാദർ ജോസ് നെല്ലിക്കത്തെരുവിൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് JC ജോർജ്, കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ ബിജു, മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് മീനാഭവൻ, സ്കൂൾ പ്രിൻസിപ്പൽ ജോബി സെബാസ്റ്റ്യൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേഷ് B, ജോർജ് കുട്ടി ജോസഫ്, സ്നേഹഗിരി പ്രൊവിൻഷ്യൽ സിസ്റ്റർ കാർമൽ ജോ, ഗേൾസ് ടൗൺ മദർ സുപ്പീരിയർ സിസ്റ്റർ സ്വർഗ, എമിൽ ടോം ഷിബു എന്നിവർ ആശംസകൾ നേർന്നു. ബ്ലഡ് ഡൊണേഷൻ ക്ലബ്ബ് തന്നെ അദ്ദേഹം രൂപീകരിച്ചു. പാലായിൽ അത് ഭംഗിയായിട്ട് നടന്നു പോകുന്നുണ്ട്. ഇതിനെല്ലാം മുമ്പിൽ അദ്ദേഹം നിന്നു. സമൂഹത്തിലൊരു തെറ്റായ ധാരണയൊക്കെയുണ്ട്, രക്തം ദാനം ചെയ്താൽ ആരോഗ്യം പോകും, അത് നമ്മുടെ സാധാരണ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും എന്നൊക്കെയുള്ള തെറ്റായ ചില ധാരണകൾ, അറിവുകളുണ്ട്. അതൊക്കെ മാറാനായിട്ട് ദൈവം പ്രത്യേകമായിട്ട് ഷിബുവിനെ കരുതി വെച്ചു എന്ന് ഞാൻ കരുതുകയാണ്. കുറെ പേരെങ്കിലും ഒരു ലക്ഷ്യബോധത്തോടു കൂടി, ഒരു ത്യാഗമനസ്സോടു കൂടിയൊക്കെ പ്രവർത്തിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ മാത്രമേ കഴിയൂ. എല്ലാം രാഷ്ട്രീയക്കാരെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ മാത്രം ഏൽപ്പിക്കുന്നുണ്ടായില്ല. നമ്മുടെ സമൂഹത്തിൽ അവരെയും കാര്യങ്ങൾ പഠിപ്പിക്കാനും മനസ്സിലാക്കാനും ചൂണ്ടിക്കാണിക്കാനും അതിലൂടെ അവർക്കും ഒരു ദിശാബോധം നൽകാനും ഒക്കെ എനിക്ക് തോന്നുന്നു സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകൾ ആവശ്യമാണ്. നമുക്ക് അങ്ങനെയുള്ള സന്നദ്ധ സേവനത്തിൽ താല്പര്യമുള്ള അല്ലെങ്കിൽ അതിന് തയ്യാറുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. സ്നേഹസംഗമത്തിൽ വിദ്യാഭ്യാസ, പോലീസ്, ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ, പ്രിൻസിപ്പൽമാർ, അധ്യാപകർ, ജനസമിതി അംഗങ്ങൾ, പാലാ ബ്ലഡ് ഫോറം, ലയൺസ് ക്ലബ്ബ്, വൈസ്മെൻ ക്ലബ്ബ്, ചൈതന്യ ക്ലബ്ബ്, മീനച്ചിൽ ഫാസ്, ബ്ലഡ് ബാങ്കുകളിലെ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.